अंतर मन में ज्योति जगा लो, होगा दूर अंधेरा। शिव का कर लो ध्यान, आ रहा पावन पुण्य सवेरा। ज्योति जगा लो, होगा दूर अंधेरा। ओम शांति, ओम शांति, ओम शांति। ഓം ശാന്തി. ഓം ശാന്തി. ഇന്ന് 25/2/2025 പ്രഭാതമുരളി. ബാബ कहते हैं, मीठे बच्चे सबको यह खुशखबरी सुनाओ कि भारत अब फिर से स्वर्ग बन रहा है. ഹെവൻലി ഗോഡ് ഫാദർ ആയേ ഹുയേ ഹേ. അപ്പോൾ ബാബ പറയാണ്, മധുരമായ കുട്ടികളെ, ഇപ്പം നിങ്ങൾ എല്ലാവർക്കും ഈ ഒരു സന്തോഷ വാർത്ത കേൾപ്പിക്കൂ. അതായത് ഭാരതം വീണ്ടും സ്വർഗമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. സ്വർഗീയ പിതാവ് വന്നിരിക്കുകയാണ്. ഈ ഒരു സന്തോഷ വാർത്ത എല്ലാവരെയും കേൾപ്പിക്കൂ എന്ന് ബാബ പറയാം. ഇനി ബാബ ചോദ്യം ചോദിക്കുകയാണ്, ജിൻ ബച്ചോം കോ സ്വർഗ കാ മാലിക് ബൻനെ കി ഖുഷി ഹേ, ഉൻകി നിശാനി ക്യാ ഹോഗി. അതായത് ബാബ ചോദിക്കുകയാണ്, ഏത് കുട്ടികൾക്കാണോ സ്വർഗത്തിൻ്റെ അധികാരിയായി മാറുന്നു എന്ന സന്തോഷമുള്ളത്, അവരുടെ അടയാളം എന്താണ് എന്ന് ബാബ ചോദിക്കുക. ഉത്തർ, ഉൻകെ അന്തർ
കിസി ബി പ്രകാർ കാ ദുഃഖ് നെഹി ആ സക്ത. അപ്പോൾ ബാബ പറയണത് ആരുടെ ഉള്ളിലാണോ ഞങ്ങൾ സ്വർഗത്തിൻ്റെ അധികാരിയായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണെന്ന ആ ഒരു സന്തോഷമുള്ളത്, ആ കുട്ടികളുടെ ഉള്ളിൽ ഒരിക്കലും ഒരു തരത്തിലുള്ള ദുഃഖവും ഉണ്ടായിരിക്കില്ല എന്ന് ബാബ പറയാം. ഉനേം നശാ രഹേഗാ കി ഹം തോ ബഹുത് ബഡേ ആദ്മി ഹേ, ഹമേം ബേഹദ് കാ ബാപ്പ് ഏസാ ലക്ഷ്മി നാരായൺ ബനാത്തെ ഹേ. അവരുടെ ഉള്ളിൽ ഇങ്ങനെയൊരു ലഹരി ഉണ്ടായിരിക്കും, അതായത് ഞങ്ങൾ വളരെ വലിയ ആളുകളാണ്, ഞങ്ങളെ ഈ പരിധിയില്ലാത്ത ബാബ വന്ന് ഞങ്ങളെ ഇതുപോലെ ലക്ഷ്മി നാരായണനാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണെന്നുള്ള ആ ഒരു ലഹരി ആ കുട്ടികളിൽ ഉണ്ടായിരിക്കുമെന്ന് ബാബ പറയാം. ഉൻകി ചലൻ ബഹുത്ത് റോയൽ ഹോഗി, അവരുടെ പെരുമാറ്റം വളരെ രാജകീയമായിരിക്കുന്നു പറയാ ബാബ. വഹ് ദൂസരോം കോ കുഷ് ഖബരി സുനാനെ കെ സിവായി രഹ് നഹി സക്തെ, അവർക്ക് ഈ ഒരു സന്തോഷ വാർത്ത മറ്റുള്ളവരെ കേൾപ്പിക്കാതിരിക്കാൻ കഴിയില്ല എന്ന് ബാബ പറയാം. ഓം ശാന്തി. बाप समझाते हैं और बच्चे जानते हैं कि भारत कास और दुनिया हमको यह संदेश पहुंचाना है. അപ്പോൾ ബാബ കുട്ടികൾക്ക് മനസ്സിലാക്കി തരികയാണ്, അതുപോലെ കുട്ടികളും അറിയുന്നുണ്ട്, അതായത് മുഴുവൻ ലോകത്തിലും പ്രത്യേകിച്ച് ഭാരതത്തിൽ ഈ ഒരു സന്ദേശം എത്തിക്കണം എന്നുള്ള കാര്യം. അതായത് ഭാരതം വീണ്ടും സ്വർഗമായി മാറിക്കൊണ്ടിരിക്കുകയാണ്, അതുപോലെ സ്വർഗീയ പിതാവ് വന്നിരിക്കുകയാണ്. ഈ ഒരു സന്ദേശം മുഴുവൻ ലോകത്തിലും എത്തിക്കണം, പ്രത്യേകിച്ച് എവിടെയായിരിക്കണം, ഭാരതത്തിൽ എത്തിക്കണം എന്ന് ബാബ പറയാം. തും സബ് സന്ദേശി ഹോ, बहुत खुशी का संदेश सबको देना है कि भारत अब फिर से स्वर्ग बन रहा है, अथवा സ്വർഗ की സ്ഥാപന ഹോ രഹി ഹെ. അപ്പോൾ ബാബ പറയുന്നത് നിങ്ങൾ സന്ദേശവാഹകരാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് ഈ ഒരു സന്ദേശം, ഏറ്റവും വളരെ വലിയൊരു സന്ദേശം നിങ്ങൾക്ക് എല്ലാവർക്കും കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതായത് ഭാരതം വീണ്ടും സ്വർഗമായി മാറിക്കൊണ്ടിരിക്കുകയാണ് എന്ന സന്ദേശം. അതായത് ബാബ പറയുന്നത് സ്വർഗത്തിൻ്റെ സ്ഥാപന നടന്നുകൊണ്ടിരിക്കുകയാണ്, ഭാരതം വീണ്ടും സ്വർഗമായി മാറിക്കൊണ്ടിരിക്കുകയാണെന്നുള്ള സന്ദേശം നിങ്ങൾക്ക് എല്ലാവർക്കും കൊടുക്കണമെന്ന് ബാബ പറയാം. ഭാരത് മേം ബാപ്പ് ജിൻകോ ഹെവൻലി ഗോഡ് ഫാദർ കഹത്തെ ഹേ വഹി സ്ഥാപന കർണേ ആയേ ഹേ. ഭാരതത്തിൽ തന്നെയാണ് ആരെയാണോ നമ്മൾ സ്വർഗീയ പിതാവ് എന്ന് വിളിക്കുന്നത്, ആ ബാബ ഭാരതത്തിൽ തന്നെയാണ് വന്നിട്ട് ഇതിൻ്റെ സ്ഥാപന, സ്വർഗത്തിൻ്റെ സ്ഥാപന നടത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് ബാബ പറയാം. തും ബച്ചോം കോ ഡയറക്ഷൻ ഹേ കി യഹ് കുഷ് ഖബരി സബ്കോ അച്ചി രീതി സുനാവോ. അപ്പോൾ ബാബ നമ്മൾ കുട്ടികൾക്ക് ബാബ ഡയറക്ഷൻ തന്നിരിക്കുകയാണ്, നിർദ്ദേശം തന്നിരിക്കുകയാണ്, ഈ ഒരു സന്തോഷ വാർത്ത നിങ്ങൾ എല്ലാവരെയും കേൾപ്പിക്കൂ എന്ന്. ശരിക്കും നല്ല രീതിയിൽ തന്നെ കേൾപ്പിക്കാൻ പറയാണ് ബാബ. ഹരേക്ക് കോ അപ്പനെ ധർമ്മ കി താത്ത് രഹത്തി ഹേ, അതായത് എല്ലാവർക്കും അവരവരുടെ ധർമ്മത്തിൻ്റെ ആ ഒരു താല്പര്യമൊക്കെ ഉണ്ടായിരിക്കുള്ളൂ, അവരവരുടെ ധർമ്മത്തിൽ എല്ലാവർക്കും താല്പര്യം ഉണ്ടായിരിക്കുന്നു പറയാ ബാബ. തുംകോ ഭി താത്ത് ഹേ തും കുഷ് ഖബരി സുനാത്തെ ഹോ, ഭാരത് കെ സൂര്യവംശി ദേവി ദേവത ധർമ്മ കി സ്ഥാപന ഹോ രഹി ഹേ, അർത്ഥാത് ഭാരത് ഫിർ സെ സ്വർഗ് ബൻ രഹാ ഹേ. അപ്പം നമ്മൾക്കും നമ്മളുടെ ധർമ്മത്തിനോട് വളരെയധികം താല്പര്യം ഉണ്ടായിരിക്കല്ലോ. അപ്പോൾ ബാബ പറയാണ്, നിങ്ങൾ ഈ ഒരു സന്തോഷ വാർത്ത കേൾപ്പിക്കൂ, അതായത് ഭാരതത്തിൽ സൂര്യവംശി ദേവി ദേവത ധർമ്മത്തിൻ്റെ സ്ഥാപന നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ അർത്ഥം എന്താ ബാബ പറയുന്നത്, ഭാരതം വീണ്ടും സ്വർഗമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സന്തോഷ വാർത്ത കേൾപ്പിക്കൂ എന്ന് ബാബ നമ്മൾ കുട്ടികളോട് പറയാം. യഹ് ഖുഷി അന്തർ മേ രഹനി ചാഹിയേ ഹം അഭി സ്വർഗ് കെ മാലിക് ബൻ രഹേ ഹേ. അപ്പോൾ ഈ ഒരു സന്തോഷം നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരിക്കണം, അതായത് നമ്മളിപ്പോൾ സ്വർഗത്തിൻ്റെ അധികാരികളായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സന്തോഷം നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരിക്കണം എന്ന് പറയാ ബാബ. ജിൻകോ യഹ് ഖുഷി അന്തർ മേ ഹേ ഉൻകോ ദുഃഖ് തോ കോയി ബി കിസ്മ കാ ഹോ നഹി സക്ത. അപ്പോൾ ബാബ പറയണത് ആരുടെ ഉള്ളിലാണോ ഈ ഒരു സന്തോഷമുള്ളത്,
അവരുടെ ഉള്ളിൽ ഒരിക്കലും ഒരു ദുഃഖവും ഉണ്ടായിരിക്കില്ല എന്ന് പറയാം. ദുഃഖത്തിൻ്റെ ഒരു അടയാളം പോലും അവരുടെ ഉള്ളിൽ ഉണ്ടായിരിക്കില്ല എന്ന് പറയാം ബാബ. യഹ് തോ ബच्चे जानते हैं നയി ദുനിയ സ്ഥാപൻ ഹോനെ മേം തക്ലീഫ് ബി ഹോത്തി ഹെ. അപ്പോൾ ബാബ പറയാണ് ഇതും കുട്ടികൾക്കറിയാം. അതായത് ഒരു പുതിയൊരു ലോകം സ്ഥാപിക്കുക എന്ന് പറയുമ്പോൾ അതിൽ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകും. അതും കുട്ടികൾക്കറിയാമെന്ന് പറയാം ബാബ. അബലാവും പർ കിത്തനെ അത്യാചാർ ഹോത്തേ ഹേ. അബലകൾക്ക് മേലെയും ഒരുപാട് അത്യാചാരങ്ങളെല്ലാം നടക്കുന്നുണ്ടെന്ന് പറയാം ബാബ. ബച്ചോം കോ യഹ് സദൈവ് സ്മൃതി മേം രഹനാ ചാഹിയേ ഹം ഭാരത് കോ ബേഹദ് കെ കുഷ് ഖബരി സുനാത്തേ ഹേ. ബാബ പറയുന്നത് കുട്ടികളിലും സദാ ഈ ഒരു സ്മൃതി ഉണ്ടായിരിക്കണം. അതായത് നമ്മൾ ഈ ഭാരതത്തെ, ഈ പരിധിയില്ലാത്ത ഈ ഒരു സന്തോഷ വാർത്ത നമ്മൾ ഭാരതത്തിൽ കേൾപ്പിക്കുകയാണ്. ഈ ഒരു സ്മൃതി നമ്മളിൽ ഉണ്ടായിരിക്കണം എന്ന് പറയാം ബാബ. ജൈസെ ബാബാനെ പർച്ച് ചപ്വായാ ഹേ ബഹനോം ബായോം ആക്കർ യഹ് കുഷ്കബരി സുനോ. അതായത് എങ്ങനെയാണോ ബാബ നോട്ടീസ് അടിച്ചിരുന്നു ആദ്യം, അതായത് അതിലിങ്ങനെയായിരുന്നു എഴുതിയിട്ടുള്ളത്, സഹോദരി സഹോദരന്മാരെ വരൂ, വന്നിട്ട് നിങ്ങൾ ഈ ഒരു സന്തോഷ വാർത്ത കേൾക്കൂ എന്ന് പറഞ്ഞിട്ട് ആദ്യം നോട്ടീസ് അടിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറയാം ബാബ. സാരാ ദിൻ ക്യാലാത്ത് ചലത്തേ ഹേ കൈസേ സബ്കോ യഹ് സന്ദേശ് സുനായേ. അപ്പോൾ ബാബ പറയണ ബാബയ്ക്ക് ദിവസം മുഴുവനും ഇങ്ങനെ ഒരു ചിന്തയുണ്ടായിരുന്നു, എങ്ങനെയാണ് ഈ ഒരു സന്ദേശം എല്ലാവരെയും കേൾപ്പിക്കുക. ഈ ഒരു ചിന്ത ബാബയ്ക്ക് സദാ ഉണ്ടായിരുന്നു എന്ന് പറയാം. ബേഹദ് കാ ബാബ് ബേഹദ് കാ വർഷ ദേനെ ആയേ ഹേ. പരിധിയില്ലാത്ത അച്ഛൻ പരിധിയില്ലാത്ത സമ്പത്ത് നൽകാനായിട്ട് വന്നിരിക്കുകയാണ്. ഇൻ ലക്ഷ്മി നാരായൺ കെ ചിത്ര കോ ദേഖ് കർ തോ സാരാ ദിൻ ഹർഷിത രഹന ചാഹിയേ. അപ്പം ബാബ പറയാണ്, ഈ ലക്ഷ്മി നാരായണൻ്റെ ചിത്രം കണ്ടുകൊണ്ട് മുഴുവൻ ദിവസവും നിങ്ങൾ വളരെയധികം ഹർഷിതമായിട്ടിരിക്കണം, വളരെയധികം സന്തോഷത്തോടെ ഇരിക്കണമെന്ന് ബാബ പറയാം. തും തോ ബഹുത് ബഡേ ആദ്മി ഹോ ഇസ്ലിയെ തുമാരി കോയി ബി ജംഗലി ചലൻ നെഹി ഹോനി ചാഹിയേ. അപ്പോൾ ബാബ പറയുന്നത് നിങ്ങൾ വളരെ വലിയ ആളുകളാണെന്ന് പറയാം ബാബ. അതുകൊണ്ട് തന്നെ നിങ്ങളിൽ നിന്നും ഒരിക്കലും മോശമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു തരം താഴ്ന്ന രീതിയിലുള്ള ഒരു പെരുമാറ്റവും നിങ്ങളിൽ നിന്ന് ഉണ്ടാകരുതെന്ന് പറയാം. കാരണം നിങ്ങൾ വളരെ വലിയ ആളുകളാണ് എന്ന് പറയാം ബാബ. തും ജാൻതേ ഹോ ഹം ബന്ദർ സേ ബി ബദ്ദർ ദേ. അപ്പോൾ ബാബ പറയുന്നത് നിങ്ങൾക്കറിയോ, നിങ്ങൾ കുരങ്ങിനേക്കാൾ വളരെ മോശമായിരുന്നു എന്ന് പറയാം ബാബ. അബി ബാബ ഹംകോ ഏസാ ദേവി ദേവത ബനാത്തേ ഹേ. ഇപ്പോഴാണെങ്കിലോ ബാബ നമ്മളെ ഇതുപോലെയുള്ള ദേവി ദേവതമാരാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. തോ കിത്തനി ഖുഷി ഹോനി ചാഹിയേ. അങ്ങനെയാണെങ്കിൽ നമ്മൾക്ക് എത്രമാത്രം സന്തോഷം ഉണ്ടായിരിക്കേണ്ടതാണ് അല്ലേ. കുരങ്ങിനെ പോലെ സ്വഭാവമുള്ളവരായിരുന്നു നമ്മളെ ബാബ ദേവി ദേവതമാരാക്കിയിട്ടാണ് മാറ്റിക്കൊണ്ടിരിക്കുന്നത്. അപ്പം അത്രയും ഉയർന്ന പദവിയിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ബാബ ചോദിക്കുകയാണ്, അപ്പോൾ നിങ്ങൾക്ക് എത്രമാത്രം സന്തോഷമുണ്ടായിരിക്കേണ്ടതാണ് എന്ന് ബാബ പറയാം. പരന്തു വണ്ടർ ഹേ ബച്ചോം കോ വഹ് ഖുഷി രഹ്തി നഹി ഹേ. ബാബ പറയാം, പക്ഷേ അത്ഭുതമായിരിക്കാം എന്ന് പറയാം. കാരണം കുട്ടികളിൽ ഇങ്ങനെ ഒരു സന്തോഷവും ഇല്ല എന്ന് പറയാം ബാബ. നാ ഉസ് ഉമംഗ് സേ സബ്കോ ഖുഷ് ഖബരി സുനാത്തേ ഹേ. അത്രയും ഉത്സാഹത്തോടു കൂടി ഈ ഒരു സന്തോഷ വാർത്ത ആരെയും കേൾപ്പിക്കുന്നുമില്ല കുട്ടികൾ. ബാപ്പിനെ തുംകോ മെസ്സഞ്ചർ ബനായാ ഹേ. ബാബ നമ്മളെ എന്താക്കി മാറ്റി, സന്ദേശവാഹകരാക്കി മാറ്റിയിരിക്കുകയാണ്. സബ്കെ കാൻ പർ യഹ് മെസ്സേജ് ദേത്തേ രഹോ. ബാബ പറയുന്നത് എല്ലാവരുടെയും കാതുകളിൽ ഈ മെസ്സേജ്, ഈ ഒരു സന്ദേശം കൊടുത്തുകൊണ്ടിരിക്കൂ എന്ന് ബാബ പറയാണ്. ഭാരതവാസിയോം കോ യഹ് പത്താ ഹി നഹി ഹേ കി ഹമാര ആദി സനാതൻ ദേവി ദേവതാ ധർമ്മ കബ് രജാ ഗയ. ബാബ പറയുന്നത് ഭാരതവാസികൾക്ക് ഇതും അറിയില്ല, അതായത് നമ്മുടെ ആദി സനാതന ദേവി ദേവതാ ധർമ്മം എപ്പോഴാണ് സ്ഥാപിക്കപ്പെട്ടത്, ഇതും ഭാരതവാസികൾക്കറിയില്ല. ഫിർ കഹാം ഗയെ, ഇപ്പം അതെവിടെ പോയി, അതും ഭാരതവാസികൾക്ക് അറിയില്ല എന്ന് ബാബ പറയാം. അബീത്തോ സിർഫ് ചിത്ര ഹേ. ഇപ്പോഴാണെങ്കിലോ ചിത്രങ്ങൾ മാത്രമേ ഉള്ളൂ അല്ലേ. ദേവി ദേവതമാരുടെ ചിത്രങ്ങളുണ്ട് ഇപ്പോൾ, പക്ഷേ ദേവി ദേവത ധർമ്മം ഇപ്പോഴില്ല എന്ന് പറയാം ബാബ.
और सभी धर्म है, सिर्फ ആദി സനാതൻ ദേവി ദേവത ധർമ്മ ഹേ നഹി. ബാക്കി എല്ലാ ധർമ്മങ്ങളും ഉണ്ട് ഇപ്പോൾ, പക്ഷേ ആദി സനാതന ദേവി ദേവത ധർമ്മം ഇപ്പോഴില്ല എന്ന് ബാബ പറയാം. ഭാരതമേം ഹി ചിത്ര ഹേ, ഭാരതത്തിൽ തന്നെയാണ് ഇതിൻ്റെ എല്ലാം ചിത്രങ്ങളുള്ളത്. ബ്രഹ്മദ്വാര സ്ഥാപന കർത്തേ ഹേ, ബ്രഹ്മാവിലൂടെ സ്ഥാപന നടന്നുകൊണ്ടിരിക്കുകയാണ്. तो तुम सबको यह खुशखबरी सुनावो तो तुमको भी अंदर में खुशी रहेगी. അപ്പം നിങ്ങൾ ഈ ഒരു സന്തോഷ വാർത്ത മറ്റുള്ളവരെ കേൾപ്പിക്കുകയാണെങ്കിൽ നിങ്ങൾക്കും ഉള്ളിൽ വളരെയധികം സന്തോഷം ഉണ്ടായിരിക്കുമെന്ന് ബാബ പറയാം. പ്രദർശനി മേം തും യഹ് ഖുഷ്ഖബരി സുനാത്തേ ഹോന, പ്രദർശനിയിലും നിങ്ങൾ ഈ ഒരു സന്തോഷ വാർത്ത കേൾപ്പിക്കുന്നില്ലേ എന്ന് ബാബ ചോദിക്കാം. ബേഹദ് കെ ബാപ്പ് സേ ആക്കർ സ്വർഗ കാ വർസാലോ, അതായത് പരിധിയില്ലാത്ത അച്ഛനിൽ നിന്നും നിങ്ങൾ വന്ന് സമ്പത്തെടുക്കൂ എന്ന് പറയാം ബാബ മറ്റുള്ളവരോട്. യഹ് ലക്ഷ്മി നാരായൺ സ്വർഗ കെ മാലിക് ഹേന, അപ്പം ഈ ലക്ഷ്മി നാരായണൻ എന്ന് പറയുന്നത് ആരാണ്? സ്വർഗത്തിൻ്റെ അധികാരികളല്ലേ എന്ന് ബാബ ചോദിക്കുക. ഫിർ വഹ് കഹാം ഗയേ, ഇപ്പോൾ അവരെവിടെ പോയി എന്ന് ചോദിക്കുക ബാബ. യഹ് കോയി ബി സമജ്തേ നഹി ഇസ്ലിയേ കഹാ ജാത്താ ഹേ സൂരത് മനുഷ്യക്ക് സീരത് ബന്ദർ മിസൽ ഹേ. ബാബ പറയുന്നത് ഈ എല്ലാ കാര്യങ്ങളും ഇതൊന്നും മനസ്സിലാക്കുന്നില്ല എന്ന് പറയാ ബാബ. ഇതൊന്നും ആർക്കും അറിയുന്നില്ല. ലക്ഷ്മി നാരായണൻ സ്വർഗത്തിൻ്റെ അധികാരിയായിരുന്നു, അവരിപ്പോൾ എവിടെ പോയി, ഇതൊന്നും ആരും മനസ്സിലാക്കുന്നില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ പാടപ്പെടുന്നത്. അതായത് രൂപം മനുഷ്യൻ്റേതാണ്, പക്ഷേ സ്വഭാവം കുരങ്ങിൻ്റേതാണ്. അങ്ങനെ പാടപ്പെടുന്നത് അതുകൊണ്ടാന്ന് പറയാം ബാബ. അബി തുമാരി ഷക്കൽ മനുഷ്യക്കി ഹേ സീരത് ദേവതാവും ജൈസെ ബൻഡഹി ഹേ. ഇപ്പോൾ നിങ്ങളുടെ രൂപം മനുഷ്യൻ്റേതാണ്, പക്ഷേ സ്വഭാവം ഇപ്പോൾ ദേവതമാരുടേതുപോലെ ആയി മാറിക്കൊണ്ടിരിക്കുകയാണെന്ന് ബാബ പറയാം. തും ജാൻതേ ഹോ ഹം ഫിർസെ സർവഗുൺ സമ്പൻ ബൻതേ ഹേ. അപ്പോൾ ബാബ പറയാണ്, നിങ്ങൾ കുട്ടികൾക്കറിയാം നമ്മളിപ്പോൾ വീണ്ടും സർവഗുണസമ്പന്നരായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഫിർ ഔരോം കോ ബി യഹ് പുരുഷാർത്ഥ് കരാനാ ഹേ. പിന്നീട് നമുക്ക് മറ്റുള്ളവരെയും ഈ ഒരു പുരുഷാർത്ഥം ചെയ്യിപ്പിക്കേണ്ടതായിട്ടുണ്ടെന്ന് പറയാം. ആദ്യം നമ്മൾ സ്വയം സർവഗുണസമ്പന്നരായിട്ട് മാറണം, പിന്നീട് മറ്റുള്ളവരെയും സർവഗുണസമ്പന്നരാക്കി മാറ്റാനുള്ള പുരുഷാർത്ഥം ചെയ്യിപ്പിക്കണമെന്ന് ബാബ പറയാം. പ്രദർശനിക്ക് സർവീസ് തോ ബഹുത് അച്ചി ഹേ. ഈ പ്രദർശനിയുടെ സർവീസിൽ നമ്മൾ ചിത്ര പ്രദർശനിയൊക്കെ നടത്താറുണ്ടല്ലോ, അതിൻ്റെ സേവനം വളരെ നല്ലതാണെന്ന് ബാബ പറയാം. ജിൻകോ ഗൃഹസ്ഥ വ്യവഹാർ കാ ബന്ധൻ നഹി വാനപ്രസ്ഥി ഹേ അഥവാ വിധവായേം ഹേ കുമാരിയാം ഹേ ഉൻകോ തോ സർവീസ് കാ ബഹുത് ചാൻസ് ഹേ. അപ്പോൾ ആർക്കൊക്കെയാണ് ഈ സർവീസ് സേവനം ചെയ്യാനുള്ള ചാൻസസ് ആർക്കൊക്കെ ഉള്ളതെന്ന് ബാബ പറയുകയാണ്. അതായത് ആരാണോ ഗൃഹസ്ഥ വ്യവഹാരത്തിൽ ഇരിക്കുന്നുണ്ട് പക്ഷെ അവർക്ക് ഒരു ബന്ധനങ്ങളൊന്നും ഇല്ലാത്ത ആളുകളുണ്ടായിരിക്കുമല്ലോ, അവർ, പിന്നെ അതുപോലെ വാനപ്രസ്ഥി ആ ഒരു സ്റ്റേജിലെത്തിയവർ, പിന്നെ ബാബ പറയുന്ന വിധവകൾ, അതുപോലെ കുമാരിമാർ, ഇവർക്കെല്ലാവർക്കും സേവനം ചെയ്യാനുള്ള നല്ല ചാൻസ് ഉണ്ടെന്ന് പറയാ ബാബ. സർവീസ് മേം ലഗ് ജാനാ ചാഹിയേ, സേവനത്തിൽ നിങ്ങൾ മുഴുകണം എന്ന് പറയാ ബാബ. ഇസ് സമയ ഷാദി കർണ ബർബാദി കർണ ഹേ. ബാബ പറയുന്നത് ഈ ഒരു സമയത്ത് നിങ്ങൾ കല്യാണം കഴിക്കുക അല്ലെങ്കിൽ വിവാഹം കഴിക്കുക എന്ന് പറയുന്നത് നഷ്ടമാണെന്ന് പറയാ ബാബ. ഷാദി നാ കർണ ആബാദി ഹേ, വിവാഹം കഴിക്കാതിരിക്കുന്നതാണ് ഉത്തമെന്ന് ബാബ പറയാം. ബാപ്പ് കഹത്തെ ഹേ യഹ് മൃത്യു ലോക് പതീത് ദുനിയ വിനാശ് ഹോ രഹി ഹേ. ബാബ നമുക്ക് മനസ്സിലാക്കി തരാണ് ഈ മൃത്യു ലോകം അല്ലെങ്കിൽ ഈ പതീത ലോകം വിനാശമായിക്കൊണ്ടിരിക്കുകയാണ്. തുംകോ പാവൻ ദുനിയാമേം ചൽനാ ഹേ തോ ഇസ് സർവീസ് മേം ലഗ് ജാനാ ചാഹിയേ. അപ്പോൾ ബാബ പറയാണ്, നിങ്ങൾക്ക് പാവന ലോകത്തിലേക്ക് പോകണമെങ്കിൽ നിങ്ങൾ ഈ ഒരു സേവനത്തിൽ മുഴുകണം എന്ന് ബാബ പറയാം. പ്രദർശനി പിച്ചാടി പ്രദർശനി കർണി ചാഹിയേ, അതായത് പ്രദർശനിയും ഒക്കെ പിന്നാലെ പ്രദർശനി അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കാൻ പറയാണ് ബാബ. സർവീസ് വുൾ ബച്ചേ ജോ ഹേ ഉനേം സർവീസ് ക ഷോക്ക് അച്ചാ ഹേ. അതായത് ബാബ പറയണത് സേവനയുക്തരായ കുട്ടികൾ ഉണ്ടായിരിക്കുമല്ലോ, അവർ സേവനത്തിൽ അവർക്ക് വളരെയധികം ലഹരി ഉണ്ടായിരിക്കുന്നു പറയാ ബാബ. ബാബാസേ കോയി പൂച്ച്തേ ഹേ ഹം സർവീസ് ചോടെ.
അപ്പോൾ ചില കുട്ടികൾ ബാബയോട് ചോദിക്കും, ഞങ്ങൾ ഈ ജോലിയൊക്കെ അല്ലേ, ലൗകികത്തിൽ അവർക്ക് ജോലിയൊക്കെ ഉണ്ടായിരിക്കുമല്ലോ, അപ്പോൾ ആ ജോലിയൊക്കെ ഉപേക്ഷിക്കട്ടെ എന്ന് ചില കുട്ടികൾ ബാബയോട് ചോദിക്കുന്നു. ബാബ ദേഖ്തേ ഹേ ലായക് ഹേ തോ ചുട്ടി ദേത്തേ ഹേ ബൽ സർവീസ് കരോ. അപ്പം ബാബ പറയാണ്, ബാബ നോക്കും അവർ എത്രമാത്രം യോഗ്യരാണ്, സർവീസ് ചെയ്യാൻ അവരെത്രമാത്രം യോഗ്യരാണെന്ന് ബാബ നോക്കും. യോഗ്യരാണെന്ന് കണ്ട ബാബ പറയും, ആ ശരി, നിങ്ങൾ എന്താ പറയുക, സേവനം ചെയ്തോളൂ എന്ന് ബാബ പറയും. ഏസി കുഷ് ഖബരി സബ്കോ സുനാനി ഹെ. ഈ ഒരു സന്തോഷ വാർത്ത നിങ്ങളെല്ലാവരെയും കേൾപ്പിക്കാൻ പറയാണ് ബാബ. ബാപ്പ് കഹത്തെ ഹേ അപ്പന രാജ്യഭാഗ്യ ആക്കർ ലോ. ബാബ എന്താ പറയുന്നത്, നിങ്ങൾ വന്ന് നിങ്ങളുടെ രാജ്യഭാഗ്യം നേടൂ. തുമ്നെ 5000 വർഷ പഹലെ രാജ്യഭാഗ്യ ലിയാദ. നിങ്ങൾ 5000 വർഷം മുമ്പും ഈ രാജ്യഭാഗ്യം നിങ്ങൾ എടുത്തിട്ടുണ്ട് എന്ന് ബാബ പറയാ. അബ് ഫിർ സേലോ. ഇപ്പം നിങ്ങൾ വീണ്ടും വന്ന് നിങ്ങളുടെ ഈ ഭാഗ്യം എടുക്കൂ. സിർഫ് മേരി മത് പർ ചലോ. കേവലം എൻ്റെ മതത്തിലൂടെ നടക്കൂ എന്ന് ബാബ നമുക്ക് പറഞ്ഞു തരാണ്. ദേഖ്ന ചാഹിയേ ഹമാരെ മേം കോൺസെ അവഗുൺ ഹേ. നമ്മൾ ഈ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. അതായത് നമ്മളിൽ ഓരോരുത്തരിലും ഏതൊക്കെ അവഗുണങ്ങളുണ്ട് അല്ലേ, അത് നമ്മൾ സ്വയം ചെക്ക് ചെയ്യേണ്ട കാര്യങ്ങളാണല്ലോ. നമ്മൾ ഓരോരുത്തരിലും ഏതൊക്കെ അവഗുണങ്ങളുണ്ട്. തും ഇൻ बैज पर तो बहुत സർവീസ് കർ സക്തേ ഹോ. യഹ് ഫസ്റ്റ് ക്ലാസ് ചീസ് ഹേ. ബാബ പറയണത്, നിങ്ങൾ കുട്ടികൾക്ക് ഈ ബാഡ്ജിലൂടെ അല്ലേ, ബാബ നമുക്ക് ബാഡ്ജ് തന്നിട്ടുണ്ടല്ലോ, ആ ബാഡ്ജിലൂടെ നിങ്ങൾക്ക് ഒരുപാട് സർവീസ് ചെയ്യാൻ സാധിക്കുമെന്ന് ബാബ പറയാം. ഇത് വളരെ ഫസ്റ്റ് ക്ലാസ് ആയിട്ടുള്ള ഒരു വസ്തുവാന്ന് പറയാം ബാഡ്ജ്. ബൽ പായി പൈസേ കി ചീസ് ഹേ പരന്തോ ഇൻസെ കിത്തന ഊഞ്ച് പദ് പാ സക്തേ ഹേ. ബാബ പറയുന്നത് അത് വളരെ നിസ്സാരമായൊരു പൈസയുടെ ഒരു വസ്തുവാണ് അല്ലേ. ബാഡ്ജിന് ഇപ്പോൾ അധികം പൈസയൊന്നും ഉണ്ടായിരിക്കില്ലല്ലോ, നിസ്സാരമായ ഒരു പൈസയുടെ ഒരു വസ്തുവാണ്. എങ്കിലും ഈ ഒരു ബാഡ്ജിലൂടെ നിങ്ങൾക്ക് എത്രമാത്രം ഉയർന്ന പദവി നേടാൻ സാധിക്കും എന്ന് ബാബ മനസ്സിലാക്കി തരാം. മനുഷ്യ പഠനെ കേ ലിയേ കിതാബോം ആദി പർ കിത്തന ഖർച്ചാ കർത്തേ ഹേ. മനുഷ്യരാണെങ്കിലോ ലൗകികമായ പഠിപ്പുകളൊക്കെ പഠിക്കുന്നതിന് അവരെത്രമാത്രം പുസ്തകങ്ങളൊക്കെ മേടിക്കുക, അതിനൊക്കെ ഒരുപാട് പൈസയാണല്ലോ. എത്രമാത്രം പൈസ ചിലവാക്കിയിട്ടാണ് ബുക്കുകളൊക്കെ മേടിക്കുക എന്ന് പറയാ ബാബ. യഹാം കിതാബ് ആദി കി തോ ബാത്ത് നെഹി. ഇവിടെയാണെങ്കിലോ പുസ്തകത്തിൻ്റെ ഒരു കാര്യവും തന്നെയില്ല എന്ന് പറയാ ബാബ. സിർഫ് സബ്കെ കാനോമേം സന്ദേശ് ദേനാ ഹേ. യഹ് ഹേ ബാബ കാ സച്ചാ മന്ത്ര. അപ്പം ബാബ പറയുന്നത്, കേവലം നിങ്ങൾക്ക് ഈ ബാബയുടെ ഈ ഒരു സന്ദേശം ഉണ്ടല്ലോ എല്ലാവരുടെയും കാതുകളിൽ എത്തിക്കുക, അതാണ് വേണ്ടത്. ഇതാണ് ബാബയുടെ സത്യമായ മന്ത്രം എന്ന് ബാബ പറയാം. ബാക്കി തോ സബ് ജൂട്ടെ മന്ത്ര ദേത്തെ രഹത്തെ ഹേ. ബാക്കി എല്ലാവരും നിങ്ങൾക്ക് അസത്യമായ മന്ത്രങ്ങളാണ് തരുന്നത് എന്ന് ബാബ പറയാം. ജൂട്ടി ചീസ് കി വാല്യൂ തോടെ ഹി ഹോത്തേ ഹേ. ബാബ പറയുന്നത് അസത്യമായ ഒരു വസ്തുവിന് ഒരിക്കലും വാല്യൂ ഉണ്ടായിരിക്കില്ലല്ലോ. വാല്യൂ ഹീരോം കി ഹോത്തി ഹേ നാക്കി പത്തറോം കി. ബാബ പറയുന്നത് വാല്യൂ ഏതിനുണ്ടായിരിക്കാം, വജ്രത്തിനാണ് വാല്യൂ ഉണ്ടായിരിക്കുക, അല്ലാതെ കല്ലിനല്ല എന്ന് ബാബ പറയാം. യഹ് ജോ ഗായൻ ഹേ ഏക് ഏക് വർഷൻസ് ലാഖോം കി മിൽക്കിയത്ത് ഹേ വഹ് ഇസ് ഗ്യാൻ കേ ലിയേ കഹാ ജാത്താ ഹേ. ബാബ പറയുന്നത് ഇങ്ങനെ പാടപ്പെട്ടിട്ടുണ്ട്, ഓരോ വാക്കുകളും ലക്ഷക്കണക്കിന് സമ്പത്തുള്ളതാണ് അല്ലെങ്കിൽ വിലയുള്ളതാണ് പാടപ്പെട്ടിട്ടുണ്ട്. അത് ഈ ജ്ഞാനത്തിനെ കുറിച്ചാണ് ഇങ്ങനെ പാടപ്പെട്ടിട്ടുള്ളതെന്ന് ബാബ പറയാം. ബാപ്പ കഹത്തെ ഹേ ശാസ്ത്രോം തോ ഡേർ കെ ഡേർ ഹേ. ബാബ പറയുന്നത് ശാസ്ത്രങ്ങളാണെങ്കിൽ ഒരുപാടുണ്ട്. തും ആദാ കൽപ്പ് പഠിത്തേ ആയേ ഹോ ഉസ്സേ തോ കുച്ച് മിൽ നെഹി. ബാബ പറയുന്നത് നിങ്ങൾ അരക്കൽപ്പമായിട്ട് ഈ ശാസ്ത്രങ്ങളൊക്കെ പഠിച്ചു വരുന്നതാണ്, പക്ഷേ അതിലൂടെയൊന്നും നിങ്ങൾക്ക് ഒന്നും തന്നെ ലഭിച്ചിട്ടില്ല എന്ന് ബാബ പറയാം. അഭി തുംകോ ജ്ഞാൻ രത്ന ദേത്തേ ഹേ. ഇപ്പം നിങ്ങൾക്ക് ജ്ഞാനരത്നങ്ങളാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. വഹ് ഹേ ശാസ്ത്രോം കി അതോറിറ്റി ബാപ്പ് തോ ജ്ഞാൻ കാ സാഗർ ഹേ. അവരാണെങ്കിലോ ശാസ്ത്രത്തിൻ്റെ അധികാരികളാണ്, പക്ഷെ ബാബയാണെങ്കിലോ ജ്ഞാന സാഗരനാണെന്ന് ബാബ പറയാം. ഇൻകാ ഏക് വേർഷൻസ് ലാഖോം കരോടോം രൂപയോം കാഹേ. ബാബയുടെ ഓരോ വാക്കുകളും ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് വിലയുള്ളതാണെന്ന് ബാബ പറയാം. തും വിശ്വക്കെ മാലിക് ബൻതേ ഹോ. നിങ്ങൾ കുട്ടികൾ
ആരായിട്ടാണ് മാറിക്കൊണ്ടിരിക്കുന്നത്? വിശ്വത്തിൻ്റെ അധികാരികളായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. പദമാപദം ജാക്കർ ബൻതേ ഹോ. ബാബ പറയുന്നത് നിങ്ങൾ കോടാനുകോടി പതികളായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇസ് ജ്ഞാൻ കി ഹി മഹിമ ഹേ. ഈ ജ്ഞാനത്തിന് തന്നെയാണ് മഹിമയുള്ളതെന്ന് ബാബ പറയാം. വഹ് ശാസ്ത്ര ആദി പഠിത്തേ തോ കങ്കാൾ ബൻ പടേ ഹോ. ബാബ പറയുന്നത് അവരാണെങ്കിലോ ശാസ്ത്രങ്ങളെല്ലാം പഠിച്ചിട്ട് ഇപ്പോൾ ദരിദ്രരായിട്ട് മാറിക്കൊണ്ടിരിക്കുക എന്ന് പറയാം ബാബ. തോ അബ് ഇൻ ജ്ഞാൻ രത്നോ കാ ദാൻ ബി കർണ ഹേ. ഇപ്പോൾ നമുക്ക് എന്താ വേണ്ടത്? ഈ ജ്ഞാനരത്നങ്ങളാണ് ദാനം ചെയ്യേണ്ടതെന്ന് ബാബ പറയാം. ബാബ് ബഹുത്ത് സഹജ് യുക്തിയാം സമജാത്തേ ഹേ. ബാബ നമുക്ക് വളരെ സഹജമായ യുക്തികളെല്ലാം മനസ്സിലാക്കി തരാണ്. ബോലോ അപ്പനെ ധർമ്മക്കോ ബോൽ തും ബാഹർ ഭടക്തേ രഹത്തെ ഹോ. ബാബ പറയണ ഇങ്ങനെ പറയൂ അവരുടെ അടുത്ത്, അതായത് നിങ്ങൾ നിങ്ങളുടെ ധർമ്മത്തെ എല്ലാം മറന്നുകൊണ്ട് പുറത്ത് അലഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അങ്ങനെ പറയൂ എന്ന് പറയാ ബാബ. തും ഭാരതവാസിയോം കാ ആദി സനാതൻ ദേവി ദേവത ധർമ്മദ വഹ് ധർമ്മ കഹാം ഗയ. നിങ്ങൾ ഭാരതവാസികളുടെ തന്നെയായിരുന്നു ആദി സനാതന ദേവി ദേവത ധർമ്മം, അതിപ്പോൾ എവിടെ പോയി എന്ന് ചോദിക്കാൻ പറയാ ബാബ. 84 लाख യോനിയോം കഹനെ സേ കുച്ച് ബി ബാത്ത് ബുദ്ധി മേം ബൈഠത്തി നഹി. അതായത് 84 ലക്ഷം യോനികൾ എന്നൊക്കെ പറഞ്ഞതിലൂടെ ഒരു കാര്യവും ബുദ്ധിയിലിരിക്കുന്നില്ല എന്ന് ബാബ പറയാം. അഭി ബാപ്പ് സമജാത്തേ ഹേ തും ആദി സനാതൻ ദേവി ദേവത ധർമ്മ കേ ദേ ഫിർ 84 ജന്മ ലിയേ ഹേ. ഇപ്പം നമുക്ക് ബാബ മനസ്സിലാക്കി തരാണ്, നിങ്ങൾ കുട്ടികൾ ആദി സനാതന ദേവി ദേവത ധർമ്മത്തിലേതായിരുന്നു, അതിനുശേഷം നിങ്ങൾ 84 ജന്മം എടുത്തു കഴിഞ്ഞു എന്ന് ബാബ മനസ്സിലാക്കി തരാം. യഹ് ലക്ഷ്മി നാരായൺ ആദി സനാതൻ ദേവി ദേവത ധർമ്മവാലേ ഹേന. ഈ ലക്ഷ്മി നാരായണനും ആദി സനാതന ദേവി ദേവത ധർമ്മത്തിലേതായിരുന്നില്ലേ എന്ന് ബാബ ചോദിക്കുകയാണ്. അഭി ധർമ്മഭ്രഷ്ട് കർമ്മഭ്രഷ്ട് ബൻ ഗയേ ഹോ. ഇപ്പോൾ ആ ലക്ഷ്മി നാരായണൻ എന്തായി? ധർമ്മഭ്രഷ്ടരും കർമ്മഭ്രഷ്ടരുമായി മാറിയെന്ന് ബാബ പറയാ. ഓർ സബ് ധർമ്മ ഹേ യഹ് ആദി സനാതൻ ധർമ്മ ഹേ നഹി. ഇപ്പോൾ ബാക്കി എല്ലാ ധർമ്മങ്ങളുണ്ട്, പക്ഷേ ഏതില്ല? ആദി സനാതന ധർമ്മം മാത്രം ഇപ്പോൾ ഇല്ല എന്ന് ബാബ പറയാം. ജബ് യഹ് ധർമ്മദ തോ ഓർ ധർമ്മ നഹി ദേ. ബാബ പറയുന്നത് എപ്പോഴാണോ ഈ ആദി സനാതന ദേവി ദേവത ധർമ്മം ഉണ്ടായിരുന്നത്, അപ്പോൾ മറ്റൊറ്റ ധർമ്മങ്ങളും ഉണ്ടായിരുന്നില്ല എന്ന് പറയാം ബാബ. കിത്തന സഹജ് ഹേ. എത്ര സഹജമായ കാര്യമാണിതെന്ന് ബാബ പറയാം. യഹ് ബാപ്പ് യഹ് ദാദ. ഇത് ബാബയും ഇത് ദാദയും. പ്രജാപിത ബ്രഹ്മ ഹേ തോ ജരൂർ ബി കെ ഡേർ ഹോങ്കേന. ബാബ പറയുന്നത് പ്രജാപിത ബ്രഹ്മാവുണ്ടെങ്കിൽ തീർച്ചയായും ആരുണ്ടായിരിക്കും അവിടെ? ബ്രഹ്മാകുമാരന്മാരും ബ്രഹ്മകുമാരിമാരും ധാരാളം ഉണ്ടായിരിക്കും എന്ന് പറയാ ബാബ. ബാപ്പ് ആക്കർ രാവൺ കി ജയിൽ സേ ശോക് വാടിക സേ ചുടാത്തേ ഹേ. ബാബ വന്നിട്ട് നമ്മൾ കുട്ടികളെ രാവണൻ്റെ ജയിലിൽ നിന്നും, അതായത് ശോകവാടികയിൽ നിന്നും നമ്മളെ മുക്തമാക്കുകയാണ്. ശോകവാടിക കാ അർത്ഥ ബി കോയി സമജത്തെ നഹി ഹേ. ബാബ പറയുന്നത് ശോകവാടികയുടെ അർത്ഥം തന്നെ ആർക്കും മനസ്സിലാക്കുന്നില്ല, ആരും മനസ്സിലാക്കുന്നില്ല എന്ന് ബാബ പറയാ. ബാപ്പ് കഹത്തെ ഹേ യഹ് ശോക് കി ദുഃഖ് കി ദുനിയാ ഹേ. ബാബ പറഞ്ഞു തരാണ് നമുക്ക്, ഇത് ശോകത്തിൻ്റെ, അതായത് ദുഃഖത്തിൻ്റെ ലോകമാണ്. വഹേ സുഖ കി ദുനിയ. അതാണെങ്കിലോ സുഖത്തിൻ്റെ ലോകം. ഏത്? സത്യയുഗം. സത്യയുഗം എന്ന് പറയുന്നത് സുഖത്തിൻ്റെ ലോകമാണ്, പക്ഷെ ഇതാണെങ്കിലോ ദുഃഖത്തിൻ്റെ ലോകമാണ് ബാബ നമുക്ക് മനസ്സിലാക്കി തരാം. തും അപ്പനി ശാന്തി കി ദുനിയ ഓർ സുഖ കി ദുനിയ കോ യാദ് കർത്തേ രഹോ. ബാബ പറയാണ്, നിങ്ങളിപ്പോൾ നിങ്ങളുടെ ആ ശാന്തിയുടെ ആ ലോകം അല്ലേ, ശാന്തിയുടെ ലോകവും അതുപോലെ തന്നെ സുഖത്തിൻ്റെ ലോകവും, അതായത് പരന്ധാമം, നമ്മുടെ ശാന്തിയുടെ ലോകം എന്ന് പറയുന്നത് നമ്മുടെ ശാന്തിധാമം, നമ്മുടെ വീട്. പിന്നെ നമ്മൾ സുഖക്കി ദുനിയ എന്ന് പറയുന്നത് സത്യയുഗം. ആ രണ്ടിനെയും നിങ്ങൾ ഓർക്കൂ എന്ന് ബാബ മനസ്സിലാക്കി തരാണ്. ഇൻകോർപ്പോറിയൽ വേൾഡ് കഹത്തെ ഹേന. ബാബ പറയുന്നത് നിരാകാരി ലോകം എന്നും പറയുമല്ലോ. അംഗ്രേസി അക്ഷർ ബഹുത് അച്ചേ ഹേ. ഇംഗ്ലീഷ് വാക്കാണല്ലോ അത് വളരെ നല്ലതാന്ന് ബാബ പറയാം. അംഗ്രേസി തോ ചൽത്തി ഹി ആത്തി ഹേ. ഇംഗ്ലീഷ് ഭാഷയും ഇപ്പോൾ ഉപയോഗിക്കുന്നുണ്ടല്ലോ.
അബി തോ അനേക് ഭാഷായേം ഹോ ഗയി ഹെ. ഇപ്പോഴാണെങ്കിലോ ഒരുപാട് ഭാഷകളൊക്കെ ഉണ്ടെന്ന് ബാബ പറയാ. മനുഷ്യ കുച്ച് ബി സമജ്തേ നഹി അബ് കഹത്തെ ഹേ നിർഗുൺ ബാൽ സസ്ത. അപ്പോൾ ബാബ പറയുന്നത് മനുഷ്യരാണെങ്കിലോ ഒന്നും മനസ്സിലാക്കുന്നില്ല എന്ന് പറയാം. ഇപ്പം അതുപോലെ തന്നെ ഇങ്ങനെ നിർഗുണ ബാല സംഘടന എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. ഇപ്പം അങ്ങനെയുണ്ടെന്ന് പറയാം ബാബ. നിർഗുൺ അർത്ഥാത് കോയി ഗുൺ നഹി. നിർഗുണൻ എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു ഗുണവും ഇല്ല എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. ഏസേഹി സസ്ത ബനാദിഹെ. അതുപോലെയുള്ള സംഘടനയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് പറയാം ബാബ. നിർഗുൺ കാബി അർത്ഥ നെഹി സമജത്തെ. അപ്പം ബാബ പറയുന്നത് നിർഗുണൻ എന്നതിൻ്റെ അർത്ഥം തന്നെ മനസ്സിലാക്കുന്നില്ല. ബിഗർ അർത്ഥ നാം രക് ദേത്തെ ഹെ. അർത്ഥമറിയാതെ ഇങ്ങനെയൊക്കെ ഓരോ പേരുകളൊക്കെ ഇട്ടിരിക്കുന്നു എന്ന് ബാബ പറയാം. അദാഹ് സസ്തായേം ഹെ. അതായത് ഒരുപാട് സംഘടനകളൊക്കെ ഉണ്ടെന്ന് ബാബ പറയാം. ഭാരത് മേം ഏക് ഹി ആദി സനാതൻ ദേവി ദേവത ധർമ്മ കി സസ്താദി ഓർ കോയി ധർമ്മ നഹീദ. ഭാരതത്തിൽ തന്നെയായിരുന്നു ആദി സനാതന ദേവി ദേവത ധർമ്മത്തിൻ്റെ ആ ഒരു സംഘടന ഉണ്ടായിരുന്നത്. ആ സമയത്ത് വേറെ ഒരു ധർമ്മവും ഉണ്ടായിരുന്നില്ല എന്ന് പറയാം ബാബ. പരന്തു മനുഷ്യോനെ 5000 വർഷ കെ ബദലെ കൽപ്പ് കി ആയു ലാഖോം വർഷ ലിഖ് ദി ഹെ. ബാബ പറയാണ്, പക്ഷെ മനുഷ്യരെന്താ ചെയ്തത്? കൽപ്പത്തിൻ്റെ ആയുസ് 5000 വർഷം എന്നതിന് പകരം ലക്ഷക്കണക്കിന് വർഷം എന്ന് എഴുതിയെന്ന് പറയാം ബാബ. तो तुम्हें सबको इस അജ്ഞാൻ അന്ധകാർ സെ നിക്കൽനാ ഹെ. അപ്പം അതുകൊണ്ട് നിങ്ങൾ കുട്ടികൾക്ക് എന്ത് ചെയ്യണം? എല്ലാവരെയും ഈ അജ്ഞാന അന്ധകാരത്തിൽ നിന്നും ഉണർത്തണം എന്ന് പറയാ ബാബ. സർവീസ് കർണി ഹെ. സേവനം തീർച്ചയായും ചെയ്യണം. ബൽ യഹ് ഡ്രാമ തോ ബനായാ ഹെ പരന്തു ശിവ ബാബ കെ യജ്ഞ സെ खाएंगे पिएंगे और सर्विस कुछ भी नहीं करेंगे तो धर्मराज जो राइट हैंड है वह जरूर सजा देंगे इसलिए सावधानी दी जाती है. അപ്പോൾ ബാബ പറയാണ്, ഈ ഡ്രാമ എന്ന് പറയുന്നത് ഉണ്ടായതും ഉണ്ടാക്കപ്പെട്ടതുമാണ്. അതായത് കൽപ്പം മുമ്പ് എങ്ങനെയാണോ നടന്നിട്ടുള്ളത് അതുപോലെ തന്നെയാണ് ഇപ്പോഴും നടക്കുക. ഉണ്ടായതും ഉണ്ടാക്കപ്പെട്ടതുമാണല്ലോ. പക്ഷെ ബാബ പറയാണ്, എന്നിരുന്നാലും ശിവബാബയുടെ യജ്ഞത്തിൽ നിന്ന് കഴിക്കുകയും കുടിക്കുകയും ഒക്കെ ചെയ്തിട്ട് സർവീസ് ചെയ്യുന്നില്ലെങ്കിൽ ബാബ പറയുന്നത്, ആരാണോ ബാബയുടെ റൈറ്റ് ഹാൻഡ് ആയ ധർമ്മരാജൻ, ആ ധർമ്മരാജനിൽ നിന്ന് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ശിക്ഷ അനുഭവിക്കേണ്ടി വരും എന്ന് ബാബ പറയാം. അതുകൊണ്ട് ബാബ നമ്മൾക്ക് വാണിംഗ് തരാണ്, മുന്നറിയിപ്പ് തരാണ് ബാബ. സർവീസ് കർണാത്തോ ബഹുത്ത് സഹജ് ഹെ. അതായത് സേവനം ചെയ്യുക എന്നത് വളരെ സഹജമാണ് എന്ന് ബാബ പറയാം. പ്രേമസേ കോയി കോബി സമജാത്തെ രഹോ. ബാബ പറയുന്നത് വളരെ സ്നേഹത്തോടു കൂടി നിങ്ങളെല്ലാവരെയും മനസ്സിലാക്കി കൊടുക്കൂ. ബാപ്പ് കെ പാസ് കോയി കോയി കാ സമാചാർ ആത്താ ഹേ കി ഹം മന്ദിർ മേ ഗയേ ഗംഗാ ഘാട്ട് പർ ഗയേ. ബാബ പറയണത്, ബാബയുടെ അടുത്ത് ഓരോരുത്തരൊക്കെ ഇങ്ങനെ വാർത്തകളൊക്കെ എത്തിക്കുന്നുണ്ട്. അതായത് ഞങ്ങൾ ക്ഷേത്രത്തിൽ പോയി, അതുപോലെ ഗംഗാ ഘാട്ടിലേക്കൊക്കെ പോയി എന്ന് പറഞ്ഞ് ഒരുപാട് പേര് ബാബയുടെ അടുത്ത് വാർത്തകളൊക്കെ എത്തിക്കുന്നുണ്ടെന്ന് പറയാം ബാബ. സവേരെ ഉടുക്കർ മന്ദിർ മേം ജാത്തേ ഹേ റിലീജിയസ് മൈൻഡഡ് കോ സമജാന സഹജ് ഹോഗ. ബാബ പറയുന്നത്, അതിരാവിലെ എഴുന്നേറ്റ് ക്ഷേത്രത്തിൽ പോകുന്നു. അതുപോലെ ധാർമ്മിക ബോധമുള്ളവരൊക്കെ ഉണ്ടല്ലോ, അവരെ മനസ്സിലാക്കി കൊടുക്കുക എന്ന് പറയുന്നത് വളരെ സഹജമാണ് എന്ന് ബാബ പറയാം. സബ്സെ അച്ഛാ ഹേ ലക്ഷ്മി നാരായൺ കെ മന്ദിർ മേ സർവീസ് കർണ. അപ്പം ബാബ പറയുന്നത് ഏറ്റവും നല്ലതെന്ന് പറയുന്നത് ലക്ഷ്മി നാരായണൻ്റെ ക്ഷേത്രത്തിൽ പോയി സേവനം ചെയ്യുക എന്നുള്ളതാണെന്ന് പറയാം ബാബ. അച്ഛാ ഫിർ ഉനോം കോ ഏസാ ബനാനെ വാല ശിവ ബാബ ഹേ വഹാം ജാക്കർ സമജാവോ. പിന്നെ ഈ ലക്ഷ്മി നാരായണന്മാരെ അങ്ങനെയാക്കി മാറ്റിയ ധാരാണ് ശിവബാബയാണല്ലോ. ആ ശിവബാബയുടെ ക്ഷേത്രങ്ങളുണ്ട്, അവിടെയും പോയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കാമെന്ന് ബാബ പറയാം. ജംഗൾ കോ ആഗ് ലഗ് ജായേഗി യഹ് സബ് ഖതം ഹോ ജായേങ്കെ ഫിർ തുമാരാ ബി പാർട്ട് പൂരാ ഹോത്താ ഹെ. ബാബ പറയുന്നത്, ഈ കാടിന് തീർച്ചയായിട്ടും തീ പിടിക്കും. അപ്പോൾ ബാബ പറയുന്നത് ഇതെല്ലാം അവസാനിക്കാൻ പോവുകയാണ്. അതുകൂടാതെ നമ്മുടെ പാർട്ടും അതോടുകൂടി അവസാനിക്കുന്ന ബാബ പറയാം. തും ജാക്കർ രാജായി കുൽമേ ജന്മലേത്തേ ഹോ. നിങ്ങളാണെങ്കിലോ നിങ്ങൾ പോയിട്ട് രാജകീയ കുടുംബത്തിൽ ജന്മമെടുക്കും.
രാജായി കൈസെ മിൽനി ഹേ സോ ആകെ ചൽ പതാ പടേക. അതായത് എങ്ങനെയുള്ള പദവികളൊക്കെയാണ് ലഭിക്കുക, ഏതൊക്കെ കുലത്തിലാണ് വരിക എന്നൊക്കെയും നിങ്ങൾക്ക് മുന്നോട്ട് പോകുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുമെന്ന് ബാബ പറയാം. ഡ്രാമാമേം പഹലേസെ തോടേ ഹി സുനാദേങ്കെ. അതായത് ഡ്രാമയിൽ ഇപ്പോൾ ആദ്യം തന്നെ എല്ലാ കാര്യങ്ങളും പറയില്ലല്ലോ. തും ജാൻ ലേങ്കെ ഹം ക്യാ പദ് പായെങ്കെ. അതായത് നിങ്ങൾക്കറിയാൻ കഴിയും നമ്മൾ ഏതൊക്കെ പദവിയാണ് നേടുക എന്നുള്ളതെല്ലാം നമുക്കറിയാൻ കഴിയുമെന്ന് ബാബ പറയാം. ജാസ്തി ദാൻ പുണ്യ കർണേ വാലെ രാജായിമേം ആത്തെ ഹേന. അതായത് ഏറ്റവും കൂടുതൽ ദാനപുണ്യം ചെയ്യുന്നവർ തീർച്ചയായും രാജകുലത്തിൽ വരും എന്ന് ബാബ പറയാം. രാജാവോം കെ പാസ് ധൻ ബഹുത്ത് രഹ്താ ഹേ. രാജാക്കന്മാരുടെ അടുത്ത് ധാരാളം സമ്പത്തുണ്ടായിരിക്കുന്ന ബാബ പറയാം. അബ് തും അവിനാശി ജ്ഞാൻ രത്നോ കാ ധ്യാൻ കർത്തേ ഹോ. ഇപ്പം നമ്മൾ എന്താ ചെയ്യുന്നത്? അവിനാശിയായിട്ടുള്ള ജ്ഞാനരത്നങ്ങളുടെ ദാനമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഭാരതവാസിയോം കേലിയേ ഹി യഹ് ജ്ഞാൻ ഹേ. ഈ ജ്ഞാനം ഭാരതവാസികൾക്ക് തന്നെയുള്ളതാന്ന് പറയാ ബാബ. ബോലോ ആദി സനാതൻ ദേവി ദേവത ധർമ്മ കി സ്ഥാപന ഹോ രഹി ഹേ. അപ്പോൾ ബാബ പറയാ, നിങ്ങൾ പറയൂ, ആദി സനാതന ദേവി ദേവത ധർമ്മത്തിൻ്റെ സ്ഥാപന നടന്നുകൊണ്ടിരിക്കുകയാണ്. പതീത് സെ പാവൻ ബനാനെ വാല ബാപ്പ് ആയാ ഹേ. അതായത് പതീതത്തിൽ നിന്നും പാവനമാക്കി മാറ്റുന്ന ബാബ വന്നിരിക്കുകയാണ്. ബാപ്പ് കഹത്തെ ഹേ മുझे യാദ് കരോ കിത്തന സഹജ് ഹേ. ആ ബാബ പറയുകയാണ്, ബാബയെ ഓർമ്മിക്കൂ, എത്ര സഹജമായ കാര്യമാണെന്ന് ബാബ പറയാ. പരന്തു ഇത്തിനി തമോ പ്രധാൻ ബുദ്ധി ഹേ ജോ കുച്ച് ബി ധാരണ ഹോത്തി നഹി. ഇപ്പം ബാബ പറയാണ്, പക്ഷേ എല്ലാവരുടെയും തമോ പ്രധാന ബുദ്ധിയായിരിക്കുകയാണ്, അതുകൊണ്ട് ഒട്ടും തന്നെ ധാരണയില്ല എന്ന് പറയാ ബാബ. വികാരം കി പ്രവേശിതാഹേ. വികാരത്തിൻ്റെയും പ്രവേശനം ഉണ്ടായിട്ടുണ്ടല്ലോ. जानवर भी किस्म किस्म के होते हैं. कोई में क्रोध बहुत होता है. हर एक जानवर का स्वभाव अलग होता है. ബാബ പറയുന്നത് മൃഗങ്ങളിലും വളരെ വ്യത്യസ്തമായ മൃഗങ്ങളുണ്ടല്ലോ. ചിലരിൽ വളരെയധികം ക്രോധം കൂടുതലായിരിക്കുന്നു പറയാ ബാബ. അതുപോലെ ബാബ പറയുന്നത് ഓരോ മൃഗങ്ങളുടെയും സ്വഭാവം ഓരോ തരത്തിലാണെന്ന് പറയാം. എല്ലാവരുടെയും വ്യത്യസ്തമായ സ്വഭാവങ്ങളുള്ള മൃഗങ്ങളാണെന്ന് പറയാ ബാബ. കിസം കിസം കെ സ്വഭാവ് ഹോത്തെ ഹേ ദുഃഖ ദേനേക്കെ. അതായത് പലതരത്തിൽ ദുഃഖം കൊടുക്കുന്ന സ്വഭാവങ്ങളൊക്കെ ഉണ്ടെന്ന് പറയാ ബാബ. സബ്സെ പഹലെ ദുഃഖ ദേനേക്ക വികാർ ഹേ കാമ കടാരി ചലാന. അപ്പം ബാബ പറയുന്നത് ഏറ്റവും ആദ്യത്തെ ദുഃഖം കൊടുക്കുന്ന ഏറ്റവും ആദ്യത്തെ വികാരം എന്ന് പറയുന്നത് കാമ കടാര പ്രയോഗിക്കലാണ്. രാവൺ രാജ്യമേം ഹേ ഹി ഇൻ വികാരോം കാ രാജ്യ. അപ്പോൾ ബാബ പറയുന്നത് രാവണ രാജ്യം എന്ന് പറയുന്നത് എന്താണ്? ഈ വികാരങ്ങളുടെ ഭരണമാണ് ശരിക്കും പറയുകയാണെങ്കിൽ. അതാണ് ബാബ പറയുന്നത്. ബാപ്പ് തോ റോസ് സമജാത്തെ രഹത്തെ ഹേ കിത്തനി അച്ചി അച്ചി ബച്ചിയാം ഹേ ബിച്ചാരി കൈദമേം ഹേ ജിൻകോ ബാന്തേലി കഹത്തെ ഹേ. ബാബ പറയുന്നത്, ബാബ നമുക്ക് ദിവസവും മനസ്സിലാക്കി തരാണ് എത്ര നല്ല നല്ല പെൺകുട്ടികളുണ്ട്, അവരെല്ലാം തടവിലാന്ന് പറയാ. ഇതിനെയാണ് ബന്ധനസ്ഥരെന്ന് പറയുന്നത്. വാസ്തവമേം ഉന്മേം അഗർ ജ്ഞാൻ കി പരാകാഷ്ഠ ഹോ ജായേ തോ ഫിർ കോയി ബി ഉൻകോ പക്കഡ് നാ സകേ. ബാബ പറയുന്നത് വാസ്തവത്തിൽ അവരിൽ ഈ ജ്ഞാനത്തിൻ്റെ സർവശ്രേഷ്ഠ സ്ഥിതിയിലേക്ക് അവർ ഈ ജ്ഞാനത്തിൽ എത്തുകയാണെങ്കിൽ പിന്നെ അവരെ തടയാൻ ആർക്കും കഴിയില്ല എന്ന് ബാബ പറയാം. പരന്തോ മോഹക്കി രഗ് ബഹുത്ത് ഹേ. ബാബ പറയുന്നത് പക്ഷെ അവരിൽ മോഹത്തിൻ്റെ ചരട് ധാരാളം ഉണ്ടെന്ന് പറയാം. സന്യാസിയാം को भी ഗർബാർ യാദ് പെടുത്താ ഹേ ബടാ മുഷ്കിൽ സേ വഹ് രഗ് ടൂട്ടി ഹേ. ബാബ പറയണത് സന്യാസിമാരിലും ഇതുപോലെ തന്നെ ഈ വീട്ടുകാരെ കുറിച്ചുള്ള ചിന്ത വരും. കാരണം അവർ വീട് ഉപേക്ഷിച്ചിട്ട് പോകുന്നവരാണല്ലോ. അപ്പോൾ അവരിലും ഇതുപോലെ വീട്ടുകാരെ പറ്റിയിട്ടുള്ള ചിന്ത വരുന്നുണ്ട്. അവരും വളരെ ബുദ്ധിമുട്ടിയിട്ടാണ് ആ ഒരു ചരടിനെ പൊട്ടിക്കുന്നത് എന്ന് ബാബ പറയാം. അഭി തുംകോ തോ മിത്ര സംബന്ധിയോം ആദി സബ്കോ ഭൂൽനാ ഹി ഹേ ക്യോംകി യഹ് പുരാനി ദുനിയാ ഹി ഖതം ഹോനെ വാലി ഹേ. അപ്പം ബാബ പറയാണ്, ഇപ്പോൾ നിങ്ങൾ കുട്ടികൾക്കും ഈ മിത്രസംബന്ധികളെല്ലാം മറക്കണം. കാരണം എന്താ ബാബ പറയുന്നത്? ഇത് പഴയ ലോകമാണ്, ഈ പഴയ ലോകം തീർച്ചയായിട്ടും നശിക്കുന്ന ബാബ പറയാം.
ഇസ് ശരീർ കോ ബി ഭൂൽ ജാനാ ഹെ, ഈ ശരീരത്തെയും അല്ലെ നമ്മളിരിക്കുന്ന ഈ ദേഹത്തെയും നമുക്ക് മറക്കണമെന്ന് ബാബ പറയാം. അപ്പനേക്കോ ആത്മാ സമജ് ബാബാക്കോ യാദ് കർണാ ഹെ, അതായത് സ്വയത്തെ ആത്മാവാന്ന് മനസ്സിലാക്കി നമ്മൾ തീർച്ചയായും ബാബയെ ഓർമ്മിക്കണം. പവിത്ര ബന്നാ ഹെ, പവിത്രമായിട്ട് മാറണം. 84 ജന്മോം കാ പാർട്ട് തോ ബജാന ഹി ഹെ, 84 ജന്മത്തിൻ്റെ പാർട്ട് നമ്മൾ തീർച്ചയായിട്ടും നമുക്ക് എന്താണ് അഭിനയിക്കുക തന്നെ വേണമെന്ന് പറയാം ബാബ. ബീച്ച് മേം തോ കോയി വാപ്പസ് ജാ നാ സകെ, അതായത് ഇടയിൽ ആർക്കും തിരിച്ചു പോകാൻ സാധിക്കില്ല. 84 ജന്മത്തിൻ്റെ പാർട്ട് അഭിനയിക്കണമെങ്കിൽ 84 ജന്മം മുഴുവൻ അഭിനയിക്കണം, അല്ലാതെ ഇടയിലൊന്നും നമുക്ക് തിരികെ പോകാൻ സാധിക്കില്ല എന്ന് ബാബ പറയാം. അഭി നാടക് പൂരാ ഹോത്താ ഹെ, ഇപ്പം നാടകം പൂർത്തിയായിരിക്കുകയാണ്. തും ബച്ചോം കോ ഖുഷി ബഹുത്ത് ഹോനി ചാഹിയേ, നിങ്ങൾ കുട്ടികൾക്ക് വളരെയധികം സന്തോഷമുണ്ടായിരിക്കണമെന്ന് ബാബ പറയാം. അഭി ഹംകോ ജാനാ ഹെ അപ്പനെ ഘർ, ഇപ്പം നമുക്ക് എവിടേക്കാണ് തിരിച്ചു പോകേണ്ടത്? നമ്മളുടെ വീട്ടിലേക്ക്, അതായത് ശാന്തിധാമത്തിലേക്ക് നമുക്ക് തിരിച്ചു പോകണം. പാർട്ട് പൂരാ ഹുവ ഉത്കണ്ഠ ഹോനി ചാഹിയേ ബാബാക്കോ ബഹുത്ത് യാദ് കരേ. ഇപ്പോൾ ബാബ പറയുന്നത് ഇപ്പോൾ നമ്മളുടെ പാർട്ടെല്ലാം, നമ്മുടെ ഏതൊക്കെ പാർട്ടാണോ നമ്മൾ അഭിനയിക്കേണ്ടത് അതെല്ലാം പൂർത്തിയായിരിക്കുകയാണ്. ഇപ്പോൾ നമുക്ക് ബാബയെ ഓർമ്മിക്കുക എന്നുള്ള കാര്യത്തിൽ നമുക്ക് വളരെയധികം ഉത്കണ്ഠ ഉണ്ടായിരിക്കണം എന്ന് ബാബ പറയാം. യാദ് സേ വികർമ്മ വിനാശ് ഹോഗേ, അതായത് ഓർമ്മയിലൂടെ തന്നെയാണ് നമ്മുടെ വികർമ്മം നശിക്കുക. ഘർ ജായേ ഫിർ സുഗധാമേ മായേകെ, നമ്മൾ ഇപ്പോൾ തിരിച്ച് വീട്ടിലേക്ക് പോയിട്ട് പിന്നെ എവിടേക്ക് വരും? സുഗധാമം, അതായത് സത്യയുഗത്തിലേക്ക് വരും. കൈ സമജ്തേ ഹേ ജൽദി ഇസ് ദുനിയാ സേ ചൂട്ടെ, അതായത് കുറേ പേര് ഇങ്ങനെ മനസ്സിലാക്കുന്നുണ്ട് എത്രയും വേഗം ഈ ഒരു ലോകത്ത് നിന്നും പോകാൻ. പരന്തോ ജായേങ്കെ കഹ, ബാബ പറയുന്നത് എവിടേക്ക് പോകും? പഹലേ തോ ഊഞ്ച് പദ് പാനേ കേ ലിയേ മെഹനത്ത് കർണി ചാഹിയേനാ. അപ്പം ബാബ പറയുന്നത് ആദ്യം നിങ്ങൾ എന്താ വേണ്ടത്? ഉയർന്ന പദവി നേടാനുള്ള പരിശ്രമമാണ് ആദ്യം ചെയ്യേണ്ടതെന്ന് പറയാം ബാബ. പഹലെ അപ്പനെ നബ്ജ് ദേഖ്നി ഹേ ഹം കഹാം തക് ലായക് ബനേ ഹേ, അപ്പം ആദ്യം നമ്മൾ സ്വയം നമ്മുടെ നാഡി പരിശോധിക്കാൻ പറയാം ബാബ. അതായത് ഞങ്ങൾ എത്രമാത്രം നമ്മൾ യോഗ്യരായി മാറിയിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ ആദ്യം പരിശോധിക്കാൻ പറയാം ബാബ. സ്വർഗമേം ജായേ ക്യാ കരേഗേ, നിങ്ങൾ സ്വർഗത്തിൽ പോയിട്ട് എന്ത് ചെയ്യാനാണെന്ന് ചോദിക്കുക ബാബ. പഹലേത്തോ ലായക് ബന്ന പടേഗന, അപ്പോൾ ബാബ പറയുന്നത് നിങ്ങൾ ആദ്യം എന്താ ചെയ്യേണ്ടത്? യോഗ്യരായിട്ട് മാറണം. ബാപ്പിനെ സബൂത്ത് ബച്ചെ ബന്നെ പടേ, ബാപ്പുക്കെ സബൂത്ത് ബച്ചെ ബന്ന പടേ. അപ്പോൾ ബാബ പറയുന്നത് ബാബയുടെ സൽപുത്രരായിട്ടുള്ള കുട്ടികളായിട്ട് മാറണം. യഹ് ലക്ഷ്മി നാരായൺ സപൂത്ത് ലായക് ഹേന, ഈ ലക്ഷ്മി നാരായണനും അതായത് യോഗ്യരായിട്ടുള്ള സൽപുത്രരായിട്ട് മാറിയില്ലേ എന്ന് ബാബ ചോദിക്കുക. बच्चों को देखकर भगवान भी कहते हैं यह बड़े अच्छे हैं लायक है സർവീസ് करने के. അപ്പം ബാബ പറയാണ് ഭഗവാനും കുട്ടികളെ നോക്കിയിട്ട് എന്തെന്നാ പറയുന്നത്? അതായത് ഈ കുട്ടികൾ വളരെ നല്ലതാണ്, ഇവരും സർവീസ് ചെയ്യാൻ വളരെ യോഗ്യരാണെന്ന് സ്വയം ഭഗവാൻ തന്നെ പറയാന്ന് പറയാ ബാബ. കോയി കെ ലിയേ തോ കഹേങ്കെ യഹ് ലായക് നഹി ഹേ, ചിലരെ പറ്റി എന്താ പറയാ? ഇവര് യോഗ്യരല്ല അങ്ങനെയും പറയും. മുഫ്ത് അപ്പന പദഹി ഭ്രഷ്ട് കർ ലേത്തേ ഹേ, അതായത് സ്വയം തൻ്റെ തന്നെ പദവി അവർ ഭ്രഷ്ടമാക്കിക്കൊണ്ടിരിക്കുകയാന്ന് പറയാം ബാബ. ബാപ്പ് തോ സച്ച് കഹത്തെ ഹേന, ബാബ എന്തായാലും സത്യമല്ലേ പറയുള്ളൂ. പുക്കാർത്തെ ബി ഹേ പതീത് പാവൻ ആവോ ആക്കർ സുഖധാമ കാ മാലിക് ബനാവോ, അതായത് നമ്മൾ തന്നെയാണ് ബാബയെ വിളിച്ചിട്ടുള്ളത്. എങ്ങനെ? പതീത പാവന വരൂ, വന്ന് സുഖധാമത്തിൻ്റെ അധികാരികളാക്കി മാറ്റൂ എന്ന് പറഞ്ഞ് നമ്മൾ വിളിച്ചിട്ടുണ്ടല്ലോ ബാബേനെ. സുഖ ഗനേരെ മാങ്തേ ഹേന, നിങ്ങൾ ധാരാളം സുഖം നിങ്ങൾ ആവശ്യപ്പെട്ടില്ലേ എന്ന് ചോദിക്കുക ബാബ. തോ ബാപ്പ് കഹത്തെ ഹേ കുച്ച് തോ സർവീസ് കർണേ ലായക് ബനോ, ബാബ പറയുന്നത് എന്താണ്? നിങ്ങൾ കുറച്ചെങ്കിലും സേവനം ചെയ്യുന്നതിന് യോഗ്യരായിട്ട് മാറൂ എന്ന് ബാബ പറയാ. ജോ മേരെ ഭക്ത് ഹേ ഉൻകോ യഹ് കുഷ് ഖബരി സുനാവോ കി അഭി ശിവ ബാബ വർഷ ദേ രഹേ ഹേ. അപ്പം ബാബ പറയുന്നത് ആരെല്ലാം എൻ്റെ ഭക്തരുണ്ടോ, ശിവഭക്തരുണ്ടല്ലോ ധാരാളം, അപ്പം ആരെല്ലാം എൻ്റെ ഭക്തരുണ്ടോ അവർക്കെല്ലാവർക്കും ഈ ഒരു സന്തോഷ വാർത്ത നിങ്ങൾ കേൾപ്പിക്കൂ. അതായത് ഇപ്പോൾ ശിവബാബയിൽ നിന്നും വന്ന് സമ്പത്ത് നേടൂ എന്നുള്ള കാര്യമെല്ലാം കേൾപ്പിക്കൂ എന്ന് ബാബ പറയാം. വഹ് കഹത്തെ ഹേ
मुझे याद करो और पवित्र बनो तो पवित्र दुनिया के मालिക് ബൻ ജായേംഗെ. അപ്പോൾ ആ ബാബ പറയാണ്, ആ ഭഗവാൻ പറയാണ്, നിങ്ങൾ എന്നെ ഓർമ്മിക്കൂ, പവിത്രമായി മാറൂ, അങ്ങനെ പവിത്ര ലോകത്തിൻ്റെ അധികാരിയായിട്ട് നിങ്ങൾക്ക് മാറാൻ കഴിയും. ഈ കാര്യങ്ങളെല്ലാം ഭഗവാൻ പറയുന്നതാണല്ലോ, ഇതെല്ലാം നിങ്ങൾ എൻ്റെ ഭക്തരെ കേൾപ്പിക്കൂ എന്ന് ബാബ പറയാം. ഇസ് പുരാനി ദുനിയാക്കോ ആഗ് ലഗ് രഹി ഹേ. ഈ പഴയ ലോകത്തിന് തീ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. സാമനെ എയും ഒബ്ജക്റ്റ് ദേഖനെ സെ ബഡി ഖുഷി രഹതി ഹേ ഹംകോ യഹ് ബന്നാ ഹേ. അതായത് ബാബ പറയാണ്ട്, നിങ്ങളുടെ മുന്നിൽ എയിം ഒബ്ജക്റ്റ് ഉണ്ടല്ലോ, ലക്ഷ്യമുണ്ടല്ലോ, ആ ലക്ഷ്യം കണ്ടിട്ട് നിങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ടാകണം. ഞങ്ങൾക്കും ഇതുപോലെയായിട്ട് മാറണം, അതായത് ലക്ഷ്മി നാരായണനായിട്ട്. അതാണല്ലോ നമ്മുടെ ലക്ഷ്യം. സാരാ ദിൻ ബുദ്ധി മേ യഹി യാദ് രഹേ തോ കബീ ബി കോയി ശൈത്താനി കാം നാ ഹോ. അപ്പോൾ ബാബ പറയുന്നത്, മുഴുവൻ ദിവസവും ബുദ്ധിയിൽ നിങ്ങൾ ഈ ഒരു കാര്യം നിങ്ങൾ ഓർമ്മിക്കുകയാണെങ്കിൽ ഒരിക്കലും നിങ്ങളിൽ നിന്ന് മോശമായ പെരുമാറ്റം ഉണ്ടാവുകയില്ല. അതായത് നമുക്ക് ലക്ഷ്യം എന്താണ്? ലക്ഷ്മി നാരായണൻ. ആ ലക്ഷ്യം മുഴുവൻ ദിവസവും നമ്മുടെ ബുദ്ധിയിൽ ഉണ്ടെങ്കിൽ ഒരിക്കലും നമ്മളിൽ നിന്ന് മോശമായ പെരുമാറ്റം ഉണ്ടാവുകയില്ല എന്ന് ബാബ പറയാം. ഹം യഹ് ബൻ രഹേ ഹേ ഫിർ ऐसा ഉൾട്ടാ കാം കൈസേ കർ സക്തേ ഹേ. അപ്പം ഞങ്ങൾ ഇതായി മാറിക്കൊണ്ടിരിക്കുകയാണല്ലേ, ഞാൻ ദേവതയായി മാറിക്കൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ഞാൻ ലക്ഷ്മി നാരായണനായി മാറിക്കൊണ്ടിരിക്കുകയാണ് എന്നൊരു കാര്യം നമ്മുടെ സ്മൃതിയിലുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ തലതിരിഞ്ഞ കാര്യം ചെയ്യുമെന്ന് ബാബ ചോദിക്കാം. परंतु किसकी तकदीर में नहीं है तो ऐसे യുക്തിയാം ബി രചിത്തേ നഹി. പക്ഷെ ബാബ പറയുന്നത്, ആരുടെ ഭാഗ്യത്തിലാണോ ഇല്ലാത്തത് അവരിതുപോലെയുള്ള യുക്തികളൊന്നും രചിക്കില്ല എന്ന് പറയാ ബാബ. അപ്പനി കമായി നെഹി കർത്തേ എന്ന് പറയാ ബാബ. അതായത് തൻ്റെ സമ്പാദ്യം അവരുണ്ടാക്കുന്നില്ല. കമായി കിത്തിനി അച്ചി ഹേ, സമ്പാദ്യം എന്ന് പറയുന്നത് വളരെ നല്ലതല്ലേ എന്ന് ബാബ ചോദിക്കാം. घर बैठे सभी को अपनी कमाई करनी है और फिर औरों को करानी है. അതായത് വീട്ടിലിരുന്നു കൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ സ്വയത്തിൻ്റെ സമ്പാദ്യം ഉണ്ടാക്കാൻ കഴിയും, അതുപോലെ തന്നെ മറ്റുള്ളവരെ കൊണ്ടും ഉണ്ടാക്കിപ്പിക്കാനും സാധിക്കുമെന്ന് പറയാ ബാബ. അങ്ങനെ ചെയ്യണമെന്ന് പറയാ ബാബ. घर बैठे യഹ് സ്വദർശൻ ചക്ര ഫിരാവോ. വീട്ടിലിരുന്നു കൊണ്ടും നിങ്ങൾ ഈ സ്വദർശന ചക്രം കറക്കൂ. ഔരോം കോബി സ്വദർശൻ ചക്രധാരി ബനാനാഹെ. മറ്റുള്ളവരെയും നിങ്ങൾ സ്വദർശന ചക്രധാരിയാക്കി മാറ്റണമെന്ന് പറയാ ബാബ. ചിത്തന ബഹുത്വം കോ ബനായേങ്കെ ഉത്തന തുമാരി മർത്തബ ഊഞ്ച് ഹോഗ. ബാബ പറയുന്നത്, നിങ്ങൾ എത്രമാത്രം മറ്റുള്ളവരെ സ്വദർശന ചക്രധാരിയാക്കി മാറ്റുന്നുണ്ടോ അത്രയും നമ്മളുടെ പദവി ഉയരും എന്ന് ബാബ പറയാം. ഇൻ ലക്ഷ്മി നാരായൺ ജൈസ ബൻ സക്തേ എയിം ഒബ്ജക്റ്റ് ഹി യഹ് ഹേ. അപ്പോൾ ബാബ പറയുന്നത്, ഈ ഒരു ലക്ഷ്മി നാരായണനെ പോലെ ആകാൻ നമുക്ക് സാധിക്കും. കാരണം അതാണ് നമ്മുടെ എയിം ഒബ്ജക്റ്റ്. നമ്മുടെ ലക്ഷ്യം എന്താണ്? ലക്ഷ്മി നാരായണനാണ്. ഹാത്ത് ബി സബ് സൂര്യവംശി ബന്നെ മേം ഹി ഉടാത്തേ ഹേ. ബാബ പറയുന്നത്, സൂര്യവംശിയായിട്ട് മാറണമെന്ന് പറഞ്ഞിട്ട് തന്നെയാണ് എല്ലാവരും കൈകൾ ഉയർത്തുന്നത്. യഹ് ചിത്ര ബി പ്രദർശനി മേം ബഹുത്ത് കാം ആസക്തേ ഹേ. ബാബ പറയുന്നത്, ഈ ചിത്രം, അതായത് ലക്ഷ്മി നാരായണൻ്റെ ചിത്രവും പ്രദർശനിയിൽ വളരെയധികം നിങ്ങൾക്ക് ഉപയോഗപ്രദമാകുമെന്ന് പറയാ ബാബ. ഇൻ പർ സമജാനാ ഹേ. അതായത് ഈ ലക്ഷ്മി നാരായണൻ്റെ ചിത്രം വെച്ചിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കണമെന്ന് ബാബ പറയാ. ഹംകോ ഊഞ്ചത്തെ ഊഞ്ച് ബാപ്പ് ജോ സുനാത്തേ ഹേ വഹി ഹം സുൻതേ ഹേ. അതായത് ബാബ പറയുന്നത്, നമുക്ക് ഉയർന്നതിലും ഉയർന്ന ബാബ എന്താണോ നമ്മളെ കേൾപ്പിക്കുന്നത് അതാണ് നമ്മൾ കേൾക്കേണ്ടത്. ഭക്തി മാർഗ കി ബാത്തേം സുന്ന ഹം പസന്ത് നഹി കർത്തേ. ഭക്തി മാർഗത്തിലെ കാര്യങ്ങൾ കേൾക്കാൻ നമ്മൾ ഇഷ്ടപ്പെടുന്നില്ല. യഹ് ചിത്രത്തോ ബഹുത് അച്ചി ചീസ് ഹേ. ഈ ഒരു ചിത്രം എന്ന് പറയുന്നത് വളരെ നല്ല വസ്തുവാന്ന് ബാബ പറയാ. ഇൻ പർ തും സർവീസ് ബഹുത്ത് കർ സക്തേ ഹോ. ഈ ഒരു ചിത്രത്തിലൂടെ നിങ്ങൾക്ക് ധാരാളം സേവനം ചെയ്യാൻ സാധിക്കുമെന്ന് ബാബ പറയാം. അച്ഛാ, मीठे मीठे सिकीलदे बच्चों प्रति माता पिता बाप दादा का याद प्यार और गुड मॉर्निंग. रूहानी बाप की रूहानी बच्चों को नमस्ते. हम रूहानी बच्चों की रूहानी माता पिता बाप दादा को याद प्यार गुड मॉर्निंग और नमस्ते. ഇനി ബാബ ധാരണയ്ക്കുള്ള പോയിന്റ് പറയാണ്. ഫസ്റ്റ് പോയിന്റ്,
अपनी नब्ज देखनी है कि हम कहाँ तक लायक बने हैं. അതായത് നമ്മൾ സ്വയം നമ്മുടെ നാടി നോക്കണം എന്ന് പറയാം ബാബ. അതായത് നമ്മൾ എത്രത്തോളം യോഗ്യരായിട്ട് മാറിയിട്ടുണ്ട്. ലായക് ബൻ സർവീസ് കാ സബൂത്ത് ദേനാ ഹെ, അതായത് യോഗ്യരായി മാറി സേവനത്തിൻ്റെ തെളിവ് നൽകണമെന്ന് ബാബ പറയാം. ജ്ഞാൻ കി പരകാഷ്ഠാസെ ബന്ധൻ മുക്ത് ബന്നാ ഹെ, അതായത് ഈ ജ്ഞാനത്തിൻ്റെ സർവശ്രേഷ്ഠ സ്ഥിതിയിലെത്തിയിട്ട് നമ്മൾ ബന്ധന മുക്തരായിട്ട് മാറണമെന്ന് ബാബ പറയാം. സെക്കൻഡ് പോയിന്റ്, ഏക് ബാപ്പ് കി മദ് പർ ചൽ അവഗുണോം കോ അന്തർ സേ നിക്കൽനാ ഹെ, അതായത് ഒരേയൊരു ബാബയുടെ മതത്തിലൂടെ നടന്നിട്ട് അവഗുണങ്ങളെ നമ്മൾ ഉള്ളിൽ നിന്നും കളയണമെന്ന് പറയാം ബാബ. ദുഃഖദായി സ്വഭാവ് കോ ചോട് സുഖദായി ബന്നാ ഹെ, അതായത് ദുഃഖം കൊടുക്കുന്നൊരു സ്വഭാവം ഉണ്ടല്ലോ അതിനെയെല്ലാം ഉപേക്ഷിച്ച് നിങ്ങൾ സുഖം കൊടുക്കുന്നവരായിട്ട് മാറണമെന്ന് പറയാം ബാബ. ജ്ഞാൻ രത്നോ കാ ദാൻ കർണാ ഹെ, അതായത് ജ്ഞാനരത്നങ്ങൾ ദാനം ചെയ്യണമെന്ന് പറയാം. ഇനി ബാബ വരദാനം പറയുന്നത്, പരീക്ഷാവോം ഓർ സമസ്യാവോം മേം മുർജാനെ കെ ബജായെ മനോരഞ്ജൻ കാ അനുഭവ് കർണേ വാലെ സദാ വിജയി ഭവ, അതായത് പരീക്ഷകളും അതുപോലെ സമസ്യകളൊക്കെ ഉണ്ടാവുമല്ലോ അതിൽ വാടിപ്പോകുന്നതിന് പകരം മനോരഞ്ജനത്തിൻ്റെ അനുഭവം ചെയ്യുന്നവരാകുന്ന സദാ വിജയിയായി ഭവിക്കട്ടെ എന്ന് ബാബ വരദാനം തരാം. അതായത് ഇസ് പുരുഷാർത്ഥി ജീവൻ മേ ഡ്രാമ അനുസാർ സമസ്യായേ വ പരിസ്ഥിതിയാം തോ ആനി ഹി ഹേ. അപ്പോൾ ബാബ പറയുന്നത് ഈ പുരുഷാർത്ഥി ജീവിതത്തിൽ ഡ്രാമ അനുസരിച്ച് സമസ്യകളും പരിതസ്ഥിതികളെല്ലാം വരിക തന്നെ ചെയ്യും. ജന്മ ലേത്തേ ഹി ആകെ ബഡ്നെ കാ ലക്ഷ്യ രഖന അർത്ഥാത് പരീക്ഷായേം ഓർ സമസ്യാവോം കാ ആഹ്വാൻ കർണ, അതായത് ജന്മം എടുത്തപ്പോൾ തന്നെ നമ്മൾ മുന്നോട്ട് പോകണം എന്നുള്ള ലക്ഷ്യം വെച്ചിട്ടുണ്ടല്ലോ അതിൻ്റെ അർത്ഥം തന്നെ എന്താണ്? പരീക്ഷകളെയും അതുപോലെ തന്നെ സമസ്യകളെയൊക്കെ ആഹ്വാനം ചെയ്യുക എന്നതുള്ളതാണെന്ന് പറയാം. കാരണം ഈ ഒരു പുരുഷാർത്ഥി ജീവിതത്തിൽ തീർച്ചയായിട്ടും പരീക്ഷകളും സമസ്യകളും പരിസ്ഥിതികളെല്ലാം വരും. അപ്പം നമ്മൾ ജന്മം എടുത്തപ്പോൾ തന്നെ തീർച്ചയായിട്ടും മുന്നേറും എന്നുള്ള ലക്ഷ്യം നമ്മൾ വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? നമ്മൾ പരീക്ഷകളെയും അതുപോലെ സമസ്യകളെയൊക്കെ ആഹ്വാനം ചെയ്യുക എന്നുള്ളതാണെന്ന് പറയാം ബാബ. ജബ് രാസ്ത തൈ കർണാ ഹേ തോ രാസ്തേക്ക് നജാരെ നാ ഹോ യഹ് ഹോ കൈസ സക്ത. അപ്പോൾ ബാബ പറയുന്നത് നമുക്കിപ്പോൾ വഴി യാത്ര പോകണം, പക്ഷേ ഈ യാത്രയിൽ നമ്മൾ ദൃശ്യങ്ങളൊന്നും കാണാൻ പാടില്ല എന്ന് പറയുന്നത് അതെങ്ങനെ സാധിക്കും? ലേക്കിൻ ഉൻ നജാരോം കോ പാർ കർണേ കെ ബജായേ യദി കറക്ഷൻ കർണേ ലഗ് ജാത്തെ ഹോ തോ ബാപ്പ് കി യാദ് കാ കണക്ഷൻ ലൂസ് ഹോ ജാത്താ ഹേ. അപ്പോൾ ബാബ പറയുന്നത് നമ്മൾ ഒരു യാത്ര പോകുമ്പോൾ അനേകം നമ്മൾ ദൃശ്യങ്ങൾ കാണും അല്ലേ? ഈ ദൃശ്യങ്ങളെ കാണുമ്പോൾ ഈ ദൃശ്യങ്ങളെ മറികടക്കുന്നതിന് പകരം ആ ദൃശ്യങ്ങളെ കറക്ഷൻ ചെയ്യാനായിട്ട് തുടങ്ങുകയാണെങ്കിൽ ബാബയുമായിട്ടുള്ള കണക്ഷൻ ലൂസായിക്കൊണ്ടിരിക്കുന്നു പറയാം ബാബ. और मनोरंजन के बजाय मन को ऊर्जा देते हो इसलिए वाह नजारे वाह के गीत गाते आगे बढ़ो अर्थात സദാ വിജയി ഭവക്കെ വരദാനി ബനോ. അപ്പോൾ ബാബ പറയുന്നത് ഈ ദൃശ്യങ്ങളെയൊക്കെ കാണുമ്പോൾ അതിനെ കറക്ഷൻ ചെയ്യാൻ നിൽക്കുന്നതിന് പകരം എന്താ ചെയ്യേണ്ടത്? ആഹാ വഴിയോര കാഴ്ചകൾ ആഹാ എന്ന് പറഞ്ഞ് അതിനെ മറികടക്കണം. അപ്പോൾ അങ്ങനെ മറികടന്നില്ലെങ്കിൽ ഈ മനോരഞ്ജനത്തിന് പകരം നമുക്ക് എന്തായി പോകും? നമ്മൾ വാടിപ്പോകും അതിൽ കുടുങ്ങിയിട്ട്. അതാ ബാബ പറയുന്നത്. അതുകൊണ്ട് നമ്മൾ ഈ ഒരു ഗീതം പാടുക, ആഹാ വഴിയോര കാഴ്ചകൾ ആഹാ എന്നുള്ള ഗീതം പാടി നമ്മൾ മുന്നേറാൻ പറയാണ് ബാബ. കാരണം അതിനെല്ലാം നമ്മൾ മറികടക്കുക, വളരെ യുക്തിപൂർവ്വം നമ്മൾ മറികടക്കണം. അല്ലാതെ അതിനെ കറക്ഷൻ ചെയ്യാൻ നിന്ന് അവിടെ ഫുൾ സ്റ്റോപ്പ് ഇട്ട് അതിൽ കുടുങ്ങിപ്പോയി കഴിഞ്ഞാൽ നമ്മൾ വാടിപ്പോകുകയുള്ളൂ എന്ന് പറയാം ബാബ. അതുകൊണ്ട് സദാ വിജയി ഭവ എന്നുള്ള വരദാനവും സ്വായത്തമാക്കാൻ ബാബ പറയാം. സ്ലോഗൻ മര്യാദാക്കെ അന്തർ ചലന മാന മര്യാദ പുരുഷോത്തം ബന്ന. അപ്പോൾ ബാബ പറയാണ് മര്യാദകൾക്കുള്ളിൽ നടക്കുക, അർത്ഥം എന്താണ്? മര്യാദ പുരുഷോത്തമനായി മാറുക എന്നതാണ്. ഇനി ബാബ അവ്യക്ത ഇഷാര പറയാണ് ഏകാന്ത പ്രിയ ബനോ ഏകത ഓർ ഏകാഗ്രതാക്കോ അപ്പനാവോ. അതായത് ഏകാന്ത പ്രിയരായി മാറി ഏകതയും ഏകാഗ്രതയും സ്വായത്തമാക്കൂ. അതാണല്ലോ ഈ ഒരു
മാസത്തെ നമ്മുടെ അവ്യക്ത സൂചന. അതിൽ ബാബ പറയുന്നത് ഏകാന്തവാസി അർത്ഥാത് അനുഭവി മൂർത്തി. ഏകാന്തവാസി അർത്ഥം അനുഭവി മൂർത്തി. വർത്തമാൻ സമയക്കെ പ്രമാൺ അഭി വാനപ്രസ്ഥ അവസ്ഥയ്ക്ക് സമീപ് ഹോ. അതായത് ബാബ പറയുന്നത് വർത്തമാന സമയം അനുസരിച്ച് ഇപ്പം എല്ലാവരും ഏതവസ്ഥയാണ്? വാനപ്രസ്ഥ അവസ്ഥയുടെ അടുത്തെത്തിയിരിക്കുകയാണ്. വാനപ്രസ്ഥി ഗുഡിയോം കാ ഖേൽ നെഹി കർത്തേ ഹെ. വാനപ്രസ്ഥികൾ ഒരിക്കലും പാവകളി കളിക്കില്ലല്ലോ. വാനപ്രസ്ഥി ഏകാന്ത് ഓർ സിമിരൺ മേം രഹത്തെ ഹെ. വാനപ്രസ്ഥികൾ എന്താ ചെയ്യുക? ഏകാന്തതയിലും അതുപോലെ സ്മൃതിയിലും ഇരിക്കും. തോ ആപ് സബ് ബേഹദ് കെ വാനപ്രസ്ഥി സദാ ഏക് കെ അന്ത് മേം അർത്ഥാത് നിരന്തർ ഏകാന്ത് മേം സദാ സ്മൃതി സ്വരൂപ രഹോ. അപ്പം ബാബ പറയുന്നത് ഇപ്പോൾ താങ്കളെല്ലാ പരിധിയില്ലാത്ത വാനപ്രസ്ഥികളും സദാ ഒന്നിൽ, അർത്ഥം അതായത് നിരന്തരമായിട്ട് ഏകാന്തതയിൽ അതുപോലെ സദാ സ്മൃതി സ്വരൂപത്തിലും ഇരിക്കൂ എന്ന് ബാബ പറയാം. യഹ് ഹെ ബേഹദ് കെ വാനപ്രസ്ഥിക്ക് സ്ഥിതി. ഇതാണ് പരിധിയില്ലാത്ത വാനപ്രസ്ഥ സ്ഥിതി എന്ന് ബാബ മനസ്സിലാക്കി തരാം. അപ്പം നിരന്തരം നമ്മൾ ഏകാന്തമായി അതുപോലെ നമ്മൾ സ്മൃതി സ്വരൂപരുമായിട്ട് ഇരിക്കാൻ ബാബ പറയാണ്. വാനപ്രസ്ഥി സ്റ്റേജ് ആണല്ലോ നമ്മുടെ എല്ലാവരുടെയും. ഓം ശാന്തി. ഓം ശാന്തി.
जाएगा प्रभु की याद से, जिंदगी खुशहाल होगी साथी प्रभु के साथ से। शिव से शक्ति ले बदल दे, शिव से शक्ति ले बदल दे, ये जमीन और आसमां गाइए गुणगान प्रभु का, बन सचेतन आत्मा गाइए गुणगान प्रभु का, बन सचेतन आत्मा। खोल चक्षु ज्ञान के, खोल चक्षु ज्ञान के, तुझको मिलेंगे परमात्मा गाइए गुणगान प्रभु का। ओम शांति।